അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജനാബ് ഷാക്കിർ സാഹിബ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട ഫിഷറീസ് സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി അബ്ദുൽ ഗഫൂർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള MLA ജനാബ് അൻവർ സാദത്ത്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള CM മൗലവി സാഹിബ്, അഹമ്മദ് കുട്ടി മദനി ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, സഹപ്രവർത്തകരെ, ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ജനാബ് ഷാക്കിർ സാഹിബ് പറഞ്ഞു, ശ്രീഭൂത നഗരം ഇനി അറിയപ്പെടുന്നത് ദയയുടെ നഗരമായിട്ടാണ്, ദയയുടെ അഡ്രസ്സിലായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ശ്രീഭൂത നഗരമല്ല, ഈ ആലുവ പട്ടണമല്ല, എറണാകുളം ജില്ലയല്ല, ഈ കേരള സംസ്ഥാനം ഇനി അടയാളപ്പെടുത്താൻ പോകുന്നത് ഈ ദയയുടെ പേരിലായിരിക്കും. കാരണം ഒരു മാതൃകാ സ്ഥാപനമാണിത്. ഇതേപോലത്തെ ഒരു സ്ഥാപനം ചിലപ്പോൾ ഈ നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാവുകയില്ല. ഇവിടെ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഉമ്മ പെങ്ങന്മാരുടെ ആഭരണം വരെ വിറ്റിട്ടാണ് ഈ പറയുന്ന സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയതെന്നുള്ളത്. അത്രമാത്രം മനസ്സുള്ള ഒരു ഗ്രാമം ചിലപ്പോൾ നമുക്ക് നോക്കിയാൽ, പരിധി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം നമ്മളെല്ലാവരും പറയുമല്ലോ, നമ്മുടെ നെയ്യത്താണ് നമ്മുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന്. നെയ്യത്ത് നല്ലതാണെങ്കിൽ നമ്മളുടെ സംരംഭങ്ങളെല്ലാം നല്ല രീതിയിൽ ഉയരുമെന്ന് നമുക്കറിയാം. നമ്മുടെ ഭരണഘടന തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്, നമുക്കെല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ജീവിതം അത് സംസ്ഥാനം വാഗ്ദാനം ചെയ്യണം എന്നുള്ളതാണ്. സംസ്ഥാനം നല്ല രീതിയിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ജീവിക്കണം എന്നുള്ളതാണ്, വെറും ഒരു ജീവിതമല്ല. റൈറ്റ് ടു ലൈഫ് എന്നാണ് പറയുന്നത്, റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് പറയുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ ജീവിക്കാനുള്ള ഒരു മൗലികാവകാശമുള്ള ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു ഭരണഘടനയുള്ള രാജ്യത്താണ് ജീവിക്കുന്നത്. ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആ പറയുന്ന ഭരണഘടനാ ബാധ്യത നിറവേറ്റുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയതും അതിൻ്റെ ഒരു തരി ശകലമാണ് ഇന്ന് ഇവിടുത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പോൾ വികസനം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വലിയ രീതിയിലുള്ള അമ്പരച്ചുംബികൾ വേണം, വലിയ രീതിയിൽ ഷോപ്പിംഗ് മാളുകൾ വേണം, എന്നാലാണ് വികസനമാവുകയുള്ളൂ എന്ന്. യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെയുള്ള സഹോദരന്മാരും സഹോദരിമാരും നമ്മളുടെ അയൽക്കാരുമെല്ലാം നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് യഥാർത്ഥ വികസനം എന്ന് പറയുന്നത്. നമ്മളുടെ ഈ പ്രദേശത്തുള്ള നമ്മളുടെ അയൽക്കാരും സഹോദരി സഹോദരന്മാരും രോഗികളായിട്ട് കിടക്കുകയാണ്, അവരെ നോക്കാൻ ആളില്ലാത്ത ഒരു സ്ഥിതിയാണ്. അങ്ങനത്തെ ഒരു ഗ്രാമത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം, നമ്മളുടെ ഗ്രാമം ഒരു തരത്തിലും പുരോഗമനം ആയിട്ടില്ല എന്നുള്ളത്. പുരോഗമനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. വലിയ രീതിയിൽ റോഡുകളും അതേപോലെ പാലങ്ങളും വലിയ കെട്ടിടങ്ങളും വന്നു കഴിഞ്ഞാൽ പുരോഗമനം ആവുകയില്ല. പുരോഗമനം ആകണമെങ്കിൽ ഇതെല്ലാം വേണം. നിരാലംബരായിട്ടുള്ള, ഹോസ്പിറ്റലിൽ പോകാൻ പൈസയില്ലാത്ത, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടേതായിട്ടുള്ള അയൽക്കാരെ, അവരെ എങ്ങനെ ശുശ്രൂഷിക്കുന്നോ ആ ശുശ്രൂഷയിൽ തുടങ്ങുന്നു നമ്മളുടെ പുരോഗമനം എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മളുടെ ഏത് മതത്തിൻ്റെ പഠനത്തിലായാലും, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു കോമൺ സെൻസിൽ ആലോചിച്ചാൽ പോലും നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം അതാണ്. ആ ഉത്തരം എന്ന് പറയുന്നതാണ് ഈ ദയയുടെ ഇന്നത്തെ ഇവിടുത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് രോഗങ്ങളുണ്ട്, രോഗികളുണ്ട്. രോഗങ്ങൾക്കും രോഗികൾക്കും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. കോൺഗ്രസ്സുകാരനാണെങ്കിൽ രോഗം വരില്ല, അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരനാണെങ്കിൽ രോഗം വരില്ല, ലീഗുകാരനാണെങ്കിൽ രോഗം വരില്ല, അങ്ങനെയില്ലല്ലോ. രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വരുന്നൊരു സംഗതിയാണത്. അങ്ങനെ ഒരു രോഗത്തിൽ പിടിപെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മുക്തി നേടാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും നമ്മളുടെ വീടും പറമ്പുമെല്ലാം വിൽക്കേണ്ട ഒരു സാഹചര്യം. അപ്പോൾ പിന്നെ രോഗത്തിന് പ്രതിവിധി വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന ദയ പോലത്തെ സ്ഥാപനങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും മുക്കിലും മൂലയിലും എല്ലാം ഇപ്പോൾ ഡയാലിസിസ് സെൻ്ററുകളുണ്ട്. ഏത് ഡയാലിസിസ് സെൻ്ററിൽ പോയി നോക്കിയാലും അവിടെ ബെഡ് കിട്ടുകയുമില്ല. ഡയാലിസിസിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഡിൽ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ മരണം വരെ ആ രോഗിക്ക് ആ ബെഡ് വേണം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള ഒരു പഠനം നടത്തിയിട്ട് നമുക്കൊരു ബോധവൽക്കരണം നടത്തിക്കൂടെ, എന്തുകൊണ്ട് ഈ വൃക്കരോഗം ഇങ്ങനെ പടരുന്നു എന്നുള്ളത്? പല പല കാരണങ്ങളാണ് ഡോക്ടർമാർ പറയുന്നത്. ഒന്ന് ചില്ലറ കാര്യമാണ്. ഒന്ന് പറയുന്നത് മൂത്രം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ വൃക്കക്ക് അപകടമാണ്. നമ്മളുടെ ഈ പറയുന്ന നെട്ടോട്ടമാണ് എല്ലാവർക്കും. അത് ചിലപ്പോൾ ജോലിയാകാം, മറ്റുള്ള കാര്യങ്ങളാകാം. പക്ഷെ മൂത്രമൊഴിക്കുന്ന സമയത്ത് മൂത്രമൊഴിക്കേണ്ട സമയത്ത് മൂത്രമൊഴിക്കണമെന്നുള്ളതാണ്. വേസ്റ്റ് തള്ളിക്കളയണമെന്നുള്ളതാണ്.
അങ്ങനെ ബോഡി വേസ്റ്റ് തള്ളിക്കളയാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ അതിനു പോലും ഒരു സാഹചര്യം ഒരുക്കാതെ നിൽക്കുമ്പോഴാണ് ഈ വൃക്കകൾക്കെല്ലാം പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈ സമയത്ത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും കാണാം ചായയും അതേപോലെ തന്നെ എന്താ പറയുക പൊരിച്ച കടികളും എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളുടെ ഈ പറയുന്ന ജീവിതത്തിൻ്റെ നമ്മളിൽ തന്നെ വന്നിരുന്ന ഭക്ഷണക്രമങ്ങളും അതേപോലെ തന്നെ പല സംഗതികളും വരുന്ന മാറ്റങ്ങൾ, അതേപോലെ വ്യായാമമില്ലായ്മ, ഇതെല്ലാം ഈ പറയുന്ന രോഗങ്ങൾ കൂടുന്നതിന് മാത്രമേ സഹായിക്കുകയുള്ളൂ. അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു ബോധവൽക്കരണം കൂടി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗികളെ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നും കൂടി ഈ പറയുന്ന ദയ പോലത്തെ സ്ഥാപനങ്ങൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ബോധവൽക്കരണം നടത്താമെന്നാണ് എൻ്റെ വിശ്വാസം. സാന്ദർഭികമായിട്ടത് പറഞ്ഞത് മാത്രം. ഇവിടുത്തെ റീഹാബ് ഫിസിയോതെറാപ്പി യൂണിറ്റിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായിട്ട് സർവശക്തൻ്റെ നാമത്തിൽ നിർവഹിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും എല്ലാവിധ പിന്തുണകളും ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.